വെനിസ്വേലയിലെ എണ്ണ കയറ്റുമതി അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഏറെക്കുറെ സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടായിട്ട് മറ്റുള്ള മീഡിയകൾ അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്തു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എന്തായിരുന്നോ അമേരിക്കയുടെ ഉദ്ദേശം അത് സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ ലക്ഷ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു നിയന്ത്രണ ചരട് അമേരിക്കയുടെ കൈവശത്തിലാണ്. ഇപ്പോഴത്തെ താൽക്കാലിക ഭരണകൂടം, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത് മെഡോറെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പുതിയ ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്നത് അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന തരത്തിലാണ്. അമേരിക്കയുമായി കൊമ്പ് കോർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഭരണകൂടത്തിനും വലിയ പ്രയാസമാണ്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് സൈനികരിൽ, വെനിസ്വേലൻ സൈനികരിൽപ്പെട്ടവരിൽ ആരൊക്കെയാണ് അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പോലുമില്ല. അവർക്കിടയിൽ അങ്ങനെ ഇടപാടുകാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ എളുപ്പത്തിലാണ് വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചത്. ഒരു രക്തച്ചൊരിച്ചിലുമായും അവിടെ ഉണ്ടായിട്ടില്ല, ആരും വെടിയേറ്റ് മരിച്ചിട്ടില്ല, മറ്റൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായി ആരെങ്കിലും മരണപ്പെട്ടതായിരിക്കുന്ന സ്ഥിരീകരണം വെനിസ്വേലയുടെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 100-ലധികം ആളുകൾ സൈനികരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചില മീഡിയകൾ, ചില സോഷ്യൽ മീഡിയയിലോ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിന് സ്ഥിരീകരണമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിരിക്കുന്ന തലച്ചോർ കൂട്ടിമുട്ടിക്കൽ യുദ്ധമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, അവിടുത്തെ നിരീക്ഷണം നടത്തുന്ന സൈനികർക്ക് തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ഇതെന്താ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ അവരായി. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരിക്കലും തങ്ങൾ ആക്രമിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായ രീതിയിൽ സൈനികർ ഇടിച്ചു കയറുന്നു, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കയറുന്നു. കൊട്ടാരത്തിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പിടികൂടിയ സമയത്ത് തന്നെ അയാൾ കുതിരി ഓടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ആ സമയത്തെല്ലാം വെനിസ്വേലൻ്റെ സൈനികർ ഈ യാതൊരു വിധത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ നിഷ്കളങ്കമായി അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. യാതൊരു ശബ്ദം കേൾക്കുന്ന തരത്തിൽ പോലും അവിടെയുള്ള വെനിസ്വേലയുടെ സൈനികർ ഇവരുമായി, അമേരിക്കൻ സൈനികരുമായി കയർക്കുന്ന ഒരു ശബ്ദം പോലും വീഡിയോയിലൊന്നും പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അവിടുത്തെ CCTV ഒക്കെ പിന്നീട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അമേരിക്കയുടെ കൈവശത്തിലായിട്ടുണ്ട്. നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം അമേരിക്ക പറയാതെ മറ്റൊരു പറയാൻ പറ്റാത്ത രീതി വന്നു. പിടികൂടപ്പെട്ട സമയത്ത് തന്നെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. കണ്ണ് കെട്ടിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഈ സൈനികരിൽ ആരൊക്കെയാണോ അമേരിക്കയ്ക്ക് സഹായം ചെയ്ത് കൊടുത്തത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്തതെന്നുള്ള. കണ്ണ് കെട്ടി പിന്നെ കൈ പിറകോട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് വെനിസ്വേലൻ പ്രസിഡന്റ് മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യവുമല്ല പിന്നീട് അമേരിക്ക പറയുന്നത് എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഈ കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് വെനിസ്വേല. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഖനികൾ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വെനിസ്വേലയിലെ ഖനികൾ അറേബ്യൻ ഖനികളെ പോലെ എളുപ്പത്തിൽ സാമ്പത്തികം കുറച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്തതാണ് എന്ന് ഇതിന് മുൻപ് തന്നെ ഒരു ബ്രിട്ടീഷ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഖനികൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് വെനിസ്വേലയാണ്, 1-ാം നമ്പർ എന്നൊക്കെയാണ് പറഞ്ഞത്. 2-ആണ് പിന്നെ സൗദി അറേബ്യ വരുന്നത്. എന്നാൽ സൗദി അറേബ്യയിൽ സാമ്പത്തികം കുറച്ച് വളരെ എളുപ്പത്തിൽ പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിൻ്റെയൊക്കെ 4 ഇരട്ടി ചിലവാക്കിയതിന് ശേഷം മാത്രമേ വെനിസ്വേലയിൽ നിന്ന് ചില പ്രദേശത്തു നിന്നൊക്കെ അത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ ആ സമയത്ത് പെട്രോളത്തിന് വലിയ രീതിയിൽ വില കൂടാനാണ് സാധ്യത. അതുകൊണ്ട് ഇത് ആരും മെനക്കെടാറില്ല. അതുകൊണ്ട് അവർ തന്നെ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധാപൂർവമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഈ അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞത് വെനിസ്വേലയുടെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവർ ആശ്രയിക്കുന്നത് റഷ്യയും ചൈനയുമാണ്. അതിലൂടെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നത്. അല്ലെങ്കിൽ അവർക്കാണ് വിൽപ്പന നടത്തുന്നത് കൂടുതലും. ആ ഒരു വിപണിയായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റായിട്ട് കാണുന്നുണ്ട് വെനിസ്വേല റഷ്യയും ചൈനയും. കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവർ തമ്മിലൊക്കെ വലിയ സൗഹൃദങ്ങളും വലിയ ബന്ധങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത സാരമായിട്ട് ബാധിക്കും. സാമ്പത്തികപരമായ രീതിയിൽ വലിയ ഉയർച്ച ഈ 2 രാജ്യങ്ങൾക്കും ഉണ്ടായാൽ ഭാവിയിൽ തങ്ങൾക്കത് സാരമായിട്ട് ബാധിക്കും എന്ന് അമേരിക്ക പേടിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ആരോപണ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോപണമായിരിക്കില്ല, ഭരണം അട്ടിമറിച്ചാൽ ഉണ്ടാവുക. ഭരണം അട്ടിമറിഞ്ഞ ഒരു രീതി മാറി പിന്നീട് അവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പാവ ഗവൺമെൻറ് സൃഷ്ടിച്ചുകൊണ്ടാണ്
പിന്നീട് ഉള്ള നീക്കുപോക്കുണ്ടായത്. ഇറാഖിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുണ്ട്, അവിടെ ഉണ്ട് എന്ന് വെറുതെ കളവ് പറയുകയാണ് ചെയ്തത്. ബ്രിട്ടൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറാണ് അത് ആദ്യം വെടിപൊട്ടിച്ചത്. പിന്നീട് ജോർജ് ബുഷ് അത് ഏറ്റുചൊല്ലി. പിന്നെ അവർ സംയുക്തമായി അങ്ങനെ നശീകരണ വസ്തുക്കൾ തിരയാൻ വേണ്ടിയിട്ടാണ് ഇറാഖിലേക്ക് അവർ പ്രവേശിച്ചത്. ആ രാജ്യം മുഴുവൻ അടിച്ചു പെറുക്കി, ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ചില തെറ്റ് പറ്റിയെന്ന് അവസാനം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ടോണി ബ്ലെയർ സോറി പറയുന്നതോടുകൂടി ആ സോറി പറഞ്ഞതിനോടനുബന്ധിച്ചുള്ള വിഷയത്തിൽ 10,000-കണക്കിന് ഇറാഖികൾ കൊല്ലപ്പെട്ടു, സദാം ഹുസൈനെ തൂക്കിലേറ്റി, ഭരണം അട്ടിമറിഞ്ഞു, സാമ്പത്തിക തകർച്ച ഉണ്ടായി, പുതിയൊരു പാവ സർക്കാർ അവിടെ അധികാരത്തിലേറുകയും ചെയ്തു. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ അതാണ്. അല്ലാതെ അവിടുത്തെ രാജ്യത്തോടുള്ള സ്നേഹമോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അതിൽ ഇടപെട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ അവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇല്ലാ കഥകൾ പറയണം, അത് പൊലിപ്പിച്ച് പറയണം. അത് അന്താരാഷ്ട്ര മീഡിയകൾ BBC, റോയിട്ടേഴ്സ് ഒക്കെ പറയുന്ന ABC ചാനലുകളൊക്കെ കൂടുതലും അവർക്ക് അനുകൂലമായതുകൊണ്ട് അത് ലോകത്തോട് അവർ വിളിച്ചു പറയും, അത് ലോകം അത് വിശ്വസിക്കും, അതിനനുസരിച്ച് നീങ്ങും. UN സഭ എന്ന് പറഞ്ഞാൽ വലിയ നിയന്ത്രണം UN സഭയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലാണത് പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തികം കൂടുതൽ മുടക്കിയിട്ടാണ് അത് നീക്കുപോക്ക് നടത്തുന്നത്. ആയതിനാൽ തന്നെ അമേരിക്കക്ക് അനുകൂലമല്ലാത്ത എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ നടപടികളോ ഈ UN സഭയിൽ നിന്നുണ്ടായാൽ അത് അമേരിക്ക അംഗീകരിക്കാറില്ല, സ്വീകരിക്കാറില്ല. കാര്യം ഇസ്രായേലിനെതിരെ 30 തവണയെങ്കിലും UN സഭയിൽ പ്രമേയം വന്നിട്ടുണ്ട്, ഒരു തവണ പോലും അത് നടപ്പിലാക്കിയിട്ടില്ല. ഇറാഖിനെതിരെ ഒരു തവണയാണ് പ്രമേയം വന്നത്, അത് അമേരിക്ക നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയാൻ വെനിസ്വേല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ്. അത് പല മീഡിയകളും അത് ഒളിച്ചു വെക്കുന്നു എന്നല്ലാതെ ഇതാണ് യഥാർത്ഥത്തിൽ കാര്യം. ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സർക്കാരിനെ ഏറെക്കുറെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നീട് ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം അവരുടെ ഏറ്റവും സുഹൃത്ത് രാജ്യമായിരുന്നു, ചൈനയുടെയും സുഹൃത്ത് രാജ്യമായിരുന്നു വെനിസ്വേലൻ പ്രസിഡന്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ അമേരിക്ക നടത്തിയിട്ട് അതിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസവും സങ്കടവും യഥാർത്ഥത്തിൽ ചൈനക്കുണ്ട്, റഷ്യക്കുണ്ട്. കുറേ വിദേശ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഭരണഘടനാ രീതി ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ സാമ്പത്തികപരമായിരിക്കുന്ന പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ കടന്നുകൂടി ഇടപെടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ചൈനക്ക് നിരോധനമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നൊക്കെ പറയുന്നു. പിന്നീട് സാമ്പത്തികമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, കുറേ നിക്ഷേപങ്ങൾ ചൈന വെനിസ്വേലയിൽ നടത്തിയിട്ടുണ്ട്. ആ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട പണങ്ങൾ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച പ്രയാസമാണ്. കാര്യം അവിടെ പ്രസിഡന്റ് ഇല്ല. പുതിയ ഭരണം എന്ന് പറയുന്നത് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടാണ്. അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടായതുകൊണ്ട് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് പരിമിതികളുണ്ട്. അങ്ങനെ പോകുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ വെനിസ്വേലയിലുള്ള അവർ പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ അറബ് രാജ്യവും സമ്പന്ന രാജ്യമാണ്. സമ്പന്ന രാജ്യമായത് എന്തുകൊണ്ടാണ്? അവിടെ പെട്രോൾ ഉണ്ടായിട്ടാണ്. അത് കൃത്യമായതോട് കൂടിയിട്ട് എടുക്കാനും വിൽപ്പന നടത്താനും പണം സ്വരൂപിക്കാനും അവർക്ക് സാധിച്ചു. 1985 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരിയായിരുന്ന ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവായിരുന്നു. പിന്നീട് അത് കുറച്ചു കാലം അയാൾ തന്നെയായിരുന്നു അതിൻ്റെ ഭരണസ്ഥാനത്ത് വന്നത്. 10 വ്യവസായികളെ ലോകത്തിലെ ഏറ്റവും വലിയ 10 സമ്പന്നരെ എണ്ണിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 6ഓ 7ഓ അറേബ്യൻ രാജ്യത്തിലെ ഭരണാധികാരിയുടെ ലിസ്റ്റിലാണ് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വെനിസ്വേല സമാനമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിയണം, പുതിയ ഭരണ സംവിധാനം വരണം. ഇതുപോലെ സാമ്പത്തിക രംഗത്ത് ചില സമയത്തൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി അറേബ്യൻ രാജ്യങ്ങൾ ചെയ്യാറുണ്ട്. ഒപ്പക്കൊക്കെ കൂടിക്കാൻ ചെയ്യാറുണ്ട്. കാര്യം ഡോളറിൽ നടത്തിയിരിക്കുന്ന വിനിമയം വളരെ പെട്ടെന്ന് യൂറോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയത്തിൻ്റെ ഈ സാമ്പത്തിക വിനിമയ ഇടപാടുകളൊക്കെ ഡോളർ നടത്തുന്ന സമയത്ത് ഡോളർ എന്ന കറൻസിക്ക് വലിയ രീതിയിലുള്ള മൂല്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഡോളറിന് മൂല്യം ഉണ്ടാക്കി കൊടുത്തത് അറബ് രാജ്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അമേരിക്കയുമായിട്ട് ഇങ്ങനെ അറബ് രാജ്യങ്ങൾ അകന്ന് നിൽക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് തീരുമാനം എടുത്തു, നമ്മൾ ഡോളറിൽ വിനിമയം വേണ്ട, പിന്നെ എന്തിൽ മതി, യൂറോയിൽ മതിയെന്ന്. യൂറോയിലോ അല്ലെങ്കിൽ റഷ്യൻ കറൻസിയിലോ ചൈനയുടെ കറൻസിയിലോ ഒക്കെ വിനിമയം നടത്തുന്നത് ഇവർക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ വെനിസ്വേല പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്രോളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും വിൽപ്പന നടത്താനും വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ
ഏതെങ്കിലും കാലത്ത് അറേബ്യൻ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. അഥവാ വെനിസുലയിലൂടെ പെട്രോളിയം ആണ് ലക്ഷ്യം, അല്ലാതെ അവിടെ മയക്കുമരുന്ന് കടത്തി അമേരിക്കക്കാർ പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇതൊന്നും അമേരിക്കയുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കേസേ അല്ല. അതൊരു വ്യക്തിപരമായിരിക്കുന്ന കേസായിട്ട് ഈ തള്ളാവുന്നതാണ്. എന്തുകൊണ്ട് ഇവർ ആവർത്തിച്ചത് പറയുന്നു? ലോകശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോകശ്രദ്ധ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിന് കൂട്ടു നിൽക്കുന്ന ആരാണ്? അവിടുത്തെ പ്രസിഡൻ്റാണ് കൂട്ടു നിൽക്കുന്നത്. ആ പ്രസിഡന്റിനെ ഇല്ലാതാക്കണം. അപ്രതീക്ഷിത ഒരു യുദ്ധം ചെയ്തങ്ങായിട്ട് അവരെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ ഇടപെടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒറ്റക്കൊരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക അല്ലെങ്കിൽ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ നടത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിലാകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. വെനിസുലയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി ന്യൂയോർക്കിൽ തങ്ങളുടെ കൈവശത്തിലാണ്, ഇപ്പോൾ ജയിലിലാണ് എന്ന് പ്രഖ്യാപിച്ച കാര്യം തന്നെയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇതാണ് വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നിലനിൽക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രീയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.